നമസ്കാരം, ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂർ പൂരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമല്ലെന്നും മുഖ്യമന്ത്രി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത ആമ്പല്ലൂരിൽ പുതിയ ഗതാഗത പരിഷ്കരണം നിലവിൽ വന്നു. അടിപ്പാത നിർമ്മാണത്തിനുള്ള രണ്ടാമത്തെ പില്ലറിനുള്ള കുഴിയും എടുത്തു തുടങ്ങി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പാലപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലെ ആദ്യത്തെ അതിദരിദ്ര രഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടറുടെ പേരിലും സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമല്ലെന്നും മുഖ്യമന്ത്രി. കുറ്റമറ്റ രീതിയിൽ പൂരം നടത്താനാണ് ശ്രമിച്ചത്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു പൂരം. പൂരത്തിന്റെ അവസാന ഘട്ടത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടായെന്നും പൂരം അലങ്കോലപ്പെടുത്താൻ ചിലർ ശ്രമിച്ചെന്നും പിണറായി പറഞ്ഞു. ഇത് ഗൗരവത്തോടെ കണ്ട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ADGP MR അജിത് കുമാറിനെ ചുമതലപ്പെടുത്തി. സെപ്റ്റംബർ 23-ന് റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയെന്നും കുറെ കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ സമഗ്രമായ റിപ്പോർട്ടായി ഇതിനെ കാണാനാവില്ല. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള കാര്യങ്ങൾ നടന്നു. വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു നീക്കം. അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട്. അത് സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും പിണറായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി ആസൂത്രിത നീക്കമുണ്ടായി. നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമമുണ്ടായെന്നും ADGP റിപ്പോർട്ട് പറയുന്നു. ഒരു കുൽസിത ശ്രമവും അനുവദിക്കാൻ കഴിയില്ല. ഇതൊരു ആഘോഷമായി ചുരുക്കി കാണണ്ട. ഇത് ഒരാഘോഷം തകർക്കാൻ മാത്രമുള്ള ശ്രമമായിരുന്നില്ല. പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കും. പൂരം കലക്കലിൽ പുനരന്വേഷണം നടത്തും. 3 തീരുമാനമെടുത്തതായും പിണറായി പറഞ്ഞു. പൂരം കലക്കൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ഇന്റലിജൻസ് ADGPയെ ചുമതലപ്പെടുത്തും. ADGP അജിത് കുമാറിന്റെ വീഴ്ച DGP റിപ്പോർട്ട് ചെയ്തു. ഇതിൽ വിശദ പരിശോധനയ്ക്ക് DGPയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത ആമ്പല്ലൂരിൽ പുതിയ ഗതാഗത പരിഷ്കരണം നിലവിൽ വന്നു. വരന്തരപ്പള്ളിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് പെട്രോൾ പമ്പിന് മുന്നിലുള്ള പുതിയ യൂടേണിലൂടെ എതിർവശത്തെ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യണം. പുതുക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾ ശ്രീരാമ തിയേറ്ററിന്റെ മുന്നിലൂടെയുള്ള സർവീസ് റോഡിലൂടെ യൂടേണിലൂടെ തിരിഞ്ഞ് വേണം വരന്തരപ്പള്ളി റോഡിലെത്താൻ. വ്യാഴാഴ്ച രാവിലെ മുതലാണ് ഗതാഗത നിയന്ത്രണം ആരംഭിച്ചത്. യൂടേണുകൾ തിരിയുന്ന വാഹനങ്ങൾ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി യാത്രക്കാർ പറഞ്ഞു. അതേസമയം അടിപ്പാത നിർമ്മാണത്തിനുള്ള രണ്ടാമത്തെ പില്ലറിനുള്ള കുഴിയെടുത്തു തുടങ്ങി. തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. അടിക്കടിയുണ്ടാകുന്ന ഗതാഗത പരിഷ്കരണം യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. വാഹനങ്ങളുടെ സുഗമമായ യാത്രയൊരുക്കുവാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പാലപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചു. വരന്തരപ്പള്ളി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം മുൻ KPCC അംഗം ഡേവിസ് W അക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷനായിരുന്നു. EA ഓമന, തോമസ് കാറളത്തൂക്കാരൻ, ഫൈസൽ ഇബ്രാഹിം, മോളി ജോസഫ്, ജോജോ പിണ്ടിയാൻ എന്നിവർ സംസാരിച്ചു. പള്ളിക്കുന്ന് മുതൽ പാലപ്പള്ളി വരെ റോഡ് തകർന്ന് യാത്രാ ദുരിതം രൂക്ഷമായിട്ടും
യാതൊരു നടപടിയും സ്വീകരിക്കാത്ത MLAയുടെയും സർക്കാരിന്റെയും അനാസ്ഥയ്ക്കെതിരെയായിരുന്നു റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വരന്തരപ്പള്ളി CI KN മനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഈ റോഡിൻ്റെ കുഴികളും മറ്റുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വർഷക്കാലത്ത് അനുഭവിച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിനേതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. 2015 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അതിന്റെ അധികാരം വരുന്ന സമയത്താണ് അന്ന് 20 കോടി ഒരു മാസക്കാലം കൊണ്ട് ഈ റോഡിന്റെ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി നമ്മുടെ പ്രദേശത്തിന് വരന്തരപ്പള്ളിക്ക് നൽകിയ LDFന്റെ ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ വാഗ്ദാനമാണ് വരന്തരപ്പള്ളി റോഡ്, വരന്തരപ്പള്ളി ചിമ്മിനിഡാം റോഡ് വീതി കൂട്ടി മെക്കാടം. ഈ സമരം അതൊരാളെയും തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമരമല്ല, മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഇനിയും ബുദ്ധിമുട്ട് സഹിക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ജനകീയ സമരമാണ്. അതായത് ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 40 മിനിറ്റോളമായി. ഈ 40 മിനിറ്റിനകം ഒരു 200ഓളം വാഹനങ്ങൾ ഈ റോഡിലൂടെ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയി. നമ്മൾ ഇന്ന് മുപ്പളിയം തുടങ്ങി പാലപ്പള്ളി തുടങ്ങി പല സ്ഥലത്തു നിന്ന് ഇവിടേക്ക് ഈ റോഡൊന്ന് നന്നായി കാണണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരും എത്തിയത്. പള്ളിക്കൽ മുതൽ വരന്തരപ്പള്ളി വരെയുള്ള ഈ റോഡിന്റെ വളരെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണിത്. സംസ്ഥാന സർക്കാരിന്റെ ഡിജി കേരളം പദ്ധതിയിൽ കൊടകര പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളും 100% ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചുകൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചു. 100% സാക്ഷരത കൈവരിച്ച നെന്മണിക്കര, കൊടകര, മട്ടത്തൂർ, അളകപ്പനഗർ, തൃശൂർ, വരന്തരപ്പള്ളി, പുതുക്കാട് ഗ്രാമപഞ്ചായത്തുകളെ ആദരിക്കുകയും ചെയ്തു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, അമ്പിളി സോമൻ, KM ബാബുരാജ്, അശ്വതി VB, സുന്ദരി മോഹൻദാസ്, K രാജേശ്വരി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, സജിത രാജീവൻ, പോൾസൺ തെക്കുംപിടിക, ബ്ലോക്ക് അംഗങ്ങളായ ഷീല ജോർജ്, മിനി ഡെന്നി പനോക്കാരൻ, EK സദാശിവൻ, ഹേമലത നന്ദകുമാർ, TK അസൈൻ, ടെസി വിൽസൺ, VK മുകുന്ദൻ, സതി സുധീർ, KM ചന്ദ്രൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ബെന്നി വടക്കൻ എന്നിവർ പ്രസംഗിച്ചു. രാജ്യാന്തര വാട്ടർ വീക്ക് ഉച്ചകോടിയിൽ ആദരം ഏറ്റുവാങ്ങിയ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചടങ്ങിൽ ആദരിച്ചു. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്തുകളിലെ മുതിർന്ന പൗരന്മാരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. 7 ഗ്രാമപഞ്ചായത്തുകളിലായി കുടുംബശ്രീ, NCC, NSS, സന്നദ്ധ സേവക പ്രവർത്തകർ, യുവതി യുവാക്കൾ തുടങ്ങിയ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ 62,430 കുടുംബങ്ങളിൽ സർവേ നടത്തി 13,293 പഠിതാക്കളെ കണ്ടെത്തി ഡിജിറ്റൽ പരിശീലനം നടത്തിയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ചത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ, അംഗനവാടി അധ്യാപകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലെ ആദ്യത്തെ അതിദരിദ്ര രഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. തൃശൂർ LSGD ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദിഖ് അതിദരിദ്ര രഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, വൈസ് പ്രസിഡന്റ് KG രജീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദിവ്യ ഷാജു, ജനപ്രതിനിധികളായ പ്രനീല ഗിരീശൻ, ബിജി ഡേവിസ്, ഷിനി ജെയ്സൺ, ലത ഷാജു, സജിനി സന്തോഷ്,
TV പ്രജിത്ത്, TK പൽപ്പനാഭൻ, CD സിബി, CA റെക്സ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് അതിരപ്പള്ളി സ്വദേശിയായ യുവാവിൽ നിന്നും ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ യുവാവ് പണം നൽകാതെ പിൻവാങ്ങുകയായിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ചാണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത്. കളക്ടർ എന്ന വ്യാജേന ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് മെസഞ്ചറിലൂടെ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിനെ മെസ്സേജ് അയക്കുകയായിരുന്നു. തുടർന്ന് തന്റെ സുഹൃത്ത് സുമിത് കുമാർ ബാംഗ്ലൂരിൽ CRPFിലെ ഉദ്യോഗസ്ഥനാണെന്നും സഹോദര തുല്യനാണെന്നും പറയുന്നു. സുമിത് കുമാറിന് ജോലിയിൽ നിന്നും സ്ഥലം മാറ്റം ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലെ വീട്ടിൽ നിരവധിയായ ഫർണിച്ചർ വസ്തുക്കളുണ്ടെന്നും ഇവ തുച്ഛമായ വിലയിൽ നൽകാമെന്നും പറയുന്നു. തുടർന്ന് അതിരപ്പള്ളി സ്വദേശിയുടെ നമ്പർ വാങ്ങിയ ശേഷം CRPF ഉദ്യോഗസ്ഥനായ സുമിത് കുമാർ ഫോണിൽ ബന്ധപ്പെടുമെന്നും പറഞ്ഞു. പിന്നീട് സുമിത് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ നോർത്ത് ഇന്ത്യൻ മൊബൈൽ നമ്പറിൽ നിന്നും യുവാവിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു. ഫർണിച്ചറുകളുടെ ചിത്രങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തതിനു ശേഷം 1,15,000 രൂപയ്ക്ക് ഇവ നൽകാമെന്നും പറയുന്നു. CRPFന്റെ ട്രക്കിൽ ഇവ സൗജന്യമായി വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്നും വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത്. സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അതിരപ്പള്ളി സ്വദേശി ഫർണിച്ചറുകൾ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു. സംഭവത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ അതിരപ്പള്ളി സ്വദേശി റെക്കോർഡ് ചെയ്തിരുന്നു. हेलो हाँ रोबिन जी चेकआउट किया ऑल आइटम चेकआउट किया है बट I don't need this furniture sir. I asked to any other guys after Yes, I will yes. call you sir. Okay I will present time Pallipuram CRPF camp okay Okay thank you. ജില്ലാ കളക്ടറുടെ പേരിൽ നേരത്തെയും 3ഓളം വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു. സൈബർ സെല്ലിൽ ബന്ധപ്പെട്ടാണ് അന്ന് കളക്ടർ ആ വ്യാജ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തത്. ഒറ്റനോട്ടത്തിൽ കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് ആണെന്ന് തോന്നിപ്പിക്കാൻ കളക്ടറുടെ യഥാർത്ഥ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണ് സംഘം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി തട്ടിപ്പിന് ശ്രമിച്ചത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ക്ലാസ് നയിച്ചു. പ്രധാനാധ്യാപിക MP ബിന്ദു അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ ക്ലബ്ബ് കൺവീനർ ഷീബ ഫ്രാൻസിസ്, PG സൗമിനി, സെമി സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. വലിയ തോതിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. എന്തുകൊണ്ടോ ഇത് അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഇവിടെ എത്ര രക്ഷിതാക്കളുണ്ട്, ഇവിടെ എത്ര കുട്ടികളുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ നാടിൻ്റെ സ്ഥിതി, ഇതൊക്കെ ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. ജൂൺ 26-ന് നമുക്ക് സാറ് തന്നെയാണ് ഇവിടെ വന്ന് നല്ല ഒരു ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ അത് വളരെയധികം ശ്രദ്ധിച്ച് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് ഉപരിയായിട്ട് ഈ കുട്ടികളുടേത് മാത്രമല്ലല്ലോ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി അധ്യക്ഷയായിരുന്നു. സ്കൂൾ ട്രസ്റ്റി തോമസ് കടമ്പിനാത്തടത്തിൽ സന്ദേശം നൽകി. MPTA പ്രസിഡന്റ് ആര്യ അനീഷ്, വൈസ് പ്രസിഡന്റ് റിൻസി ബിജു, മുൻ PTA പ്രസിഡന്റ് PJ റെജി, സ്കൂൾ ലീഡർ നയന പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി പേരാമ്പ്രയിലുള്ള കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ സ്ഥാപിച്ച തുമ്പൂർമൊഴി മോഡൽ ഖരമാലിന്യ സംസ്കരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോയ് നെല്ലിശ്ശേരി, സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം ഷെനി, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ, BEO മനീഷ്, ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, ഡോക്ടർ N ബിജു ബാലകൃഷ്ണൻ, ഡോക്ടർ സ്മിനി J മൂഞ്ഞേലി, ഡിഗ്ന എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ഗവൺമെന്റ് VHS സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തോടനുബന്ധിച്ച് ആലോചനാ യോഗം നടത്തി.
കെ രാമചന്ദ്രൻ MLA യോഗത്തിൽ പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാലയത്തിന്റെ ആവശ്യങ്ങൾ യോഗത്തിൽ അവതരിപ്പിക്കുകയും അതനുസരിച്ചുള്ള പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി നൽകുവാൻ ഉദ്യോഗസ്ഥരെ യോഗം നിയോഗിക്കുകയും ചെയ്തു. പ്രധാന അധ്യാപിക ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ സംഗീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സതി സുധീർ, അൽജോ പുളിക്കൻ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, മറ്റു അധ്യാപിക പ്രതിനിധികൾ, PWD ഇരിങ്ങാലക്കുട സെക്ഷൻ ഉദ്യോഗസ്ഥർ, പുതുക്കാട് LSGD ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ SC ചെയർപേഴ്സൺ സജിത രാജീവൻ എന്നിവർ സന്നിഹിതരായി. ഓരോ സ്കൂളുകളിലും നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു തീർക്കാനുള്ളത്, മികച്ച സ്കൂളുകളാവാൻ വേണ്ടി ചർച്ച ചെയ്തു. അപ്പോൾ ചില സ്കൂളുകളിൽ കെട്ടിടപ്പതിയായി കമ്പ്യൂട്ടർ വേണം, പങ്കെടുത്ത അവർക്കറിയാം. അവരെ തന്നെ ചോദിച്ച് നമ്മൾ ലിസ്റ്റ് അടിക്കുന്നത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. വയോജനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധം നടത്തിയിട്ടും അളഗപ്പനഗർ പഞ്ചായത്തിലെ 9ാം വാർഡിലെ തണൽ കെട്ടിടം ഇനിയും തുറന്നു പ്രവർത്തിക്കാത്തത് ശരിയല്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം വയോജനങ്ങളുടെ ക്ഷേമത്തിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. വയോജനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പൂട്ടിയിടുന്ന പ്രവണത അനുവദിക്കാനാവില്ല. പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന പഞ്ചായത്ത് അംഗത്തിന്റെ ആരോപണം ശരിയല്ലെന്നും ടെസി വിൽസൺ പറഞ്ഞു. കെട്ടിടത്തിന്റെ വൈദ്യുത ബന്ധം പോലും വിച്ഛേദിച്ച നിലയിലാണ്. കെട്ടിടത്തിൽ പാർട്ടി പരിപാടികൾ നടത്താനുള്ള ശ്രമമെന്ന ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും ടെസി വിൽസൺ പ്രസ്താവനയിൽ പറഞ്ഞു. മറുപടി ആരോപണങ്ങൾക്ക് തുനിയാതെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ച് തണൽ കെട്ടിടം വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയാണ് വേണ്ടതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് അഖണ്ഡ ജ്വാലയോട് കൂടിയാണ് നവരാത്രി മഹോത്സവം ആരംഭിച്ചത്. മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ നവരാത്രി മണ്ഡപത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ദിവസവും ദേവി ഭാഗവത പാരായണവും പ്രഭാഷണങ്ങളും കലാപരിപാടികളും ഉണ്ടാകും. വ്രതമെടുക്കുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. കുമാരി പൂജ, ത്രിമൂർത്തി പൂജ, കല്യാണി പൂജ തുടങ്ങി ഓരോ ദിവസങ്ങളിലും ഓരോ ഭാവങ്ങളിലുള്ള 9 പൂജകൾ നടക്കും. വൈകിട്ട് 6-ന് സഹസ്രനാമം, അഷ്ടോത്തരാർച്ചന, കന്യകാ പൂജ, മഹാ ആരതി എന്നിവ ഉണ്ടായിരിക്കും. ഒക്ടോബർ 10-ന് ദുർഗാഷ്ടമിക്കാണ് പൂജവെപ്പ്. ഒക്ടോബർ 11-ന് കാഴ്ചക്കുല സമർപ്പണവും ഒക്ടോബർ 13-ന് ഞായറാഴ്ച 7:30 മുതൽ എഴുത്തിനിരുത്തലും നടക്കും. ഒക്ടോബർ 9 മുതൽ 13 വരെ വൈകിട്ട് 7 വരെ നൃത്തസംഗീത വാദ്യകലകൾ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും 2 നേരവും അന്നദാനവും ഉണ്ടായിരിക്കും. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര മൈതാനിയിൽ പ്രദർശന വിപണന മേളയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KP ലാൽകൃഷ്ണ, സെക്രട്ടറി MV സുരേഷ്, പ്രസിഡന്റ് CR ബാബുരാജ്, ട്രഷറർ VK സുനിൽ ബാബു എന്നിവർ പങ്കെടുത്തു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ നവരാത്രിയോടനുബന്ധിച്ചിട്ട് 10 ദിവസത്തിലായിട്ട് വളരെ വിശേഷാൽ ഉത്സവ പ്രതീതിയുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത്ര നാളെ വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് നടന്നിരുന്നത്. 2 വർഷമായിട്ട്, കഴിഞ്ഞ വർഷം മുതൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ നവരാത്രി ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ഇതിനടുത്ത് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവള്ളക്കാവില് അല്ലെങ്കിൽ ഊരകത്ത് മാത്രമാണ് നവരാത്രി ആഘോഷം ഇത്ര വിപുലമായിട്ടുള്ള ആഘോഷമുള്ളത്. അതിനേക്കാളുപരി കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ വരാക്കര ആഘോഷിക്കുന്നത്. 10 ദിവസങ്ങളുള്ള പ്രഭാഷണങ്ങൾ, അതേപോലെ ക്ഷേത്രത്തിനകത്ത് 3-ാം തീയതി മുതലാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസം കുമാരി പൂജ, 2ാമത്തെ ദിവസം ത്രിമൂർത്തി പൂജ, 3ാമത്തെ ദിവസം കല്യാണി പൂജ, 4ാം ദിവസം രോഹിണി പൂജ, കാളികാ പൂജ, ചണ്ഡികാ പൂജ, രോഹിണി ശാംഭവി പൂജ, ദുർഗാ പൂജ, സുഭദ്ര പൂജ. ഇങ്ങനെ 9 ദിവസങ്ങളിലും കഴിഞ്ഞിട്ട് 9ാമത്തെ ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം വിജയദശമിയോടുകൂടി പരിപാടി അവസാനിക്കും. സരസ്വതി പൂജയോടുകൂടി പൂജവെപ്പ് 10ാം തീയതി വ്യാഴാഴ്ച ദുർഗാഷ്ടമിയിലെ പൂജവെപ്പ് ആയുധങ്ങളും പുസ്തകങ്ങളും പൂജ വയ്ക്കുന്നുണ്ട്. അർജുന് സമ്മാനിക്കാനായി മണക്കുളങ്ങര സ്വദേശി ആദിത്യൻ നിർമ്മിച്ച മിനിയേച്ചർ ലോറി ഒടുവിൽ അർജുന്റെ കുടുംബത്തിന് സമ്മാനിച്ചു. ഷിരൂരിൽ ഗംഗാവലി നദിയുടെ ആഴങ്ങളിൽ പൊലിഞ്ഞ് അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയുടെ മിനിയേച്ചർ രൂപമാണ് ആദിത്യൻ നിർമ്മിച്ചത്. കാണാതായ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്ന സമയത്താണ് ആദിത്യൻ ലോറിയുടെ മിനിയേച്ചർ നിർമ്മിച്ചത്. അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയാൽ സമ്മാനിക്കാനായിരുന്നു ഈ കൊച്ചു കലാകാരന്റെ ആഗ്രഹം.
എന്നാൽ 2.5 മാസത്തിനു ശേഷം അർജുന്റെ മൃതദേഹം കണ്ടെത്തിയതോടെ ആദിത്യൻ നിരാശയിലായിരുന്നു. അർജുനു വേണ്ടി ആദിത്യൻ നിർമ്മിച്ച മിനിയേച്ചർ ലോറിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി അറിഞ്ഞ അർജുന്റെ ബന്ധുക്കൾ ആദിത്യനെ ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ബുധനാഴ്ച ആദിത്യനും പിതാവ് പോത്തിക്കര സതീഷ് അടക്കമുള്ള കുടുംബാംഗങ്ങളും മനക്കുളങ്ങര KVUP സ്കൂൾ പ്രധാനാധ്യാപിക PS സീമ, K സനൽ എന്നിവരും ചേർന്ന് കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള വീട്ടിലെത്തി അർജുന്റെ കുടുംബത്തിന് മിനിയേച്ചർ ലോറി കൈമാറിയത്. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റ് റെക്കോർഡ് വിൽപ്പനയിലേക്ക്. ആരാണ് 25 കോടിയുടെ ഭാഗ്യവാൻ എന്നറിയാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. നറുക്കെടുപ്പിന് 6 ദിവസം ബാക്കി നിൽക്കെ നിലവിൽ അച്ചടിച്ച 70 ലക്ഷം ടിക്കറ്റുകളിൽ വിൽപ്പന 58 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മാസം 9-നാണ് നറുക്കെടുപ്പ്. ജില്ലാ അടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാടാണ് വിൽപ്പനയിൽ മുന്നിൽ. സബ് ഓഫീസുകളിലേതുൾപ്പെടെ 10 ലക്ഷത്തിലധികം ടിക്കറ്റ് ജില്ലയിൽ വിറ്റു. തിരുവനന്തപുരത്തും തൃശൂരും ടിക്കറ്റ് വിൽപ്പന 7 ലക്ഷം കടന്നു. 9-ന് മുൻപ് മുഴുവൻ ടിക്കറ്റും വിറ്റ് തീരാനാണ് സാധ്യത. 500 രൂപയാണ് ടിക്കറ്റിന്റെ വില. 25 കോടി രൂപ ഒന്നാം സമ്മാനം എന്നത് മാത്രമല്ല ഓണം ബമ്പറിന്റെ പ്രത്യേകത. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കാണ് സമ്മാനിക്കുന്നത്. ഇതുകൂടാതെ മൂന്നാം സമ്മാനം ഓരോ പരമ്പരയിലും 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കും. ഇതിനിടെ വ്യാജ ലോട്ടറി സജീവമാകുന്നതിനെതിരെ വകുപ്പ് അവബോധ പ്രചരണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ മണ്ണംപേട്ട പച്ചളിപ്പുറത്ത് താമസിക്കുന്ന ഷാജുവാണ് ജീവൻ നിലനിർത്താൻ സഹായം തേടുന്നത്. ഏകദേശം 1 വർഷം മുൻപാണ് ചില ശാരീരിക അസ്വസ്ഥതകളുമായി ഷാജു ഡോക്ടറെ സമീപിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് മജ്ജയിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നതായും മജ്ജ മാറ്റിവെക്കുന്നത് മാത്രമാണ് ഏക പരിഹാരമെന്നും കണ്ടെത്തിയത്. ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ബ്ലഡ് കൗണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകളിൽ ഒരു തരം ഗുളിക 5 ദിവസത്തേക്ക് മാത്രം 21,000 രൂപയാണ് വില വരുന്നത്. നേരത്തെ മരപ്പണിക്ക് പോയിരുന്ന ഷാജുവിന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു ചെറിയ സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന ഭാര്യയുടെ ഏക വരുമാനം മാത്രമാണ് ആശ്വാസം. അതേസമയം കാൽമുട്ടിന് അസുഖമുള്ളതിനാൽ അവർക്കും കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഷാജുവിനെ സഹായിക്കാൻ സമീപവാസികളും പൊതുപ്രവർത്തകരും ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. KK രാമചന്ദ്രൻ MLA മുഖ്യ രക്ഷാധികാരിയും അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ എന്നിവർ രക്ഷാധികാരികളും അളഗപ്പനഗർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലിക്കൽ ചെയർമാനും വാർഡ് മെമ്പർ PS പ്രീജു കൺവീനറുമായാണ് ചികിത്സാ സഹായ സമിതി പ്രവർത്തിക്കുന്നത്. അമല ആശുപത്രിയിലാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ടെസ്റ്റുകൾ പൂർത്തിയായിരിക്കുന്നത്. സ്വന്തം സഹോദരൻ്റെയും മകൻ്റെയും മജ്ജ പരിശോധിച്ചതിൽ മകൻ്റെ മജ്ജ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കും 6 മാസത്തെ തുടർ ചികിത്സയ്ക്കുമായി 35 ലക്ഷത്തിലധികം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ പച്ചളിപ്പുറം പ്രദേശത്ത് തൃപ്പേൽക്കുളം ഷാജിയേട്ടന്റെ ചികിത്സാ സഹായ നിധി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. സാധാരണക്കാരനായ ഒരാളായിരുന്നു. ആൾക്ക് ആശേരിപ്പണി ചെയ്തിട്ടാണ് ആള് ജീവിച്ചിരുന്നത്. ആള് മജ്ജ മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശുപത്രികളിലൊക്കെ പോയപ്പോൾ പറഞ്ഞത് മജ്ജ മാറ്റി വയ്ക്കുന്നതിന് ചികിത്സയ്ക്കായിട്ട് 35 ലക്ഷം രൂപയോളം വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ലവരായ നാട്ടുകാരും എല്ലാവരും അതിനുവേണ്ടി ഒപ്പമുണ്ടാവണം. ഈ ചേട്ടന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ധനസഹായ നിധിയിലേക്ക് പരമാവധി, ചെറിയ തുകയായിക്കോട്ടെ വലിയ തുകയായിട്ടെ, ചെയ്യാവുന്നതിൽ പരമാവധി തന്ന് ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളും കൂട്ടായി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. +2 വിദ്യാർത്ഥിയായ മകളും ഡിപ്ലോമ വിദ്യാർത്ഥിയായ മകനുമാണ് ഷാജുവിനുള്ളത്. ഷാജുവിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ സഹായങ്ങൾ അയയ്ക്കുക. ഫെഡറൽ ബാങ്ക് മണ്ണംപേട്ട ശാഖയിൽ അക്കൗണ്ട് നമ്പർ 12510000243328 എന്ന നമ്പറിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. IFSC കോഡ് FDRL 0001255. ഗൂഗിൾ പേ നമ്പറിലും സഹായങ്ങൾ അയക്കാവുന്നതാണ്. 9745136032. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് ഇനി ഷാജു ചേട്ടന് തുടർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുക. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി ഡോണറായി മകൻ തന്നെ ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇനി ഈ കുടുംബത്തിന് ആവശ്യം സമൂഹത്തിന്റെ ഒരു കൈത്താങ്ങാണ്.
ചികിത്സയ്ക്കും സർജറിക്കും ആവശ്യമായ പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി അടിയന്തരമായിട്ടുള്ള ആവശ്യം. അതിലേക്ക് എല്ലാ പ്രേക്ഷകരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അനുഭാവപൂർവ്വം അനുകമ്പയോടെ ഷാജു ചേട്ടനെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചികിത്സാ സഹായ സമിതിയും ഈ ഒരു ചിന്തയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. ഉള്ളൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീരസംഗമവും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച മാന്നാമംഗലം കാനായിൽ ഹിൽ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ഉള്ളൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 നടക്കുന്ന മികച്ച ക്ഷീരകർഷകരെ ആദരിക്കലും ക്ഷീരകർഷക സംഗമവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. മാന്നാമംഗലം ക്ഷീരസംഘത്തിന്റെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബ്ലോക്കിലെ മികച്ച യുവ ക്ഷീരകർഷക ആദരണീയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിക്കും. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ പദ്ധതി വിശദീകരണം നടത്തും. എറണാകുളം മേഖല മിൽമ ചെയർമാൻ MT ജയൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ രാജേഷ്, PP രവീന്ദ്രൻ, ഇന്ദിരാ മോഹൻ എന്നിവർ പങ്കെടുക്കും. രാവിലെ 9 നടക്കുന്ന സെമിനാറിൽ ക്ഷീരവികസന സെമിനാർ, ക്ഷീരമേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ, ക്ഷീരമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ച് ഡയറി ഫാം ഇൻസ്ട്രക്ടർ സ്മിതി വാസുദേവൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ A കവിത, ഡോക്ടർ TS രാജു, മിനു റസൽ എന്നിവർ ക്ലാസ് എടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ക്ഷീരവികസന ഓഫീസർ K ജയലക്ഷ്മി, മാന്നാമംഗലം ക്ഷീരസംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി, PS ബാബു, ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ പങ്കെടുത്തു. ഈ വരുന്ന 5-ാം തീയതി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ക്ഷീരസംഗമത്തിന്റെ സമാപന സമ്മേളനം നടക്കും. ക്ഷീരസംഗമത്തോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ 30-ാം തീയതി, സെപ്റ്റംബർ മാസം 30-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞു. പുത്തൂര് പഞ്ചായത്തിലെ മാന്നാമംഗലം ക്ഷീരോത്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ 60ാം വാർഷിക ആഘോഷവും അതിനുള്ള തുടക്കം കുറിക്കലും ഈ ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് നടത്തുക. സെപ്റ്റംബർ 30 ആരംഭിച്ച പദ്ധതിയിൽ ആദ്യമായി ഞങ്ങൾ ചെയ്തതെന്നാണ് വെച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനം. പെരിറ്റി ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് പ്രസിഡന്റ് വിട്ടുപോയി നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. അതിൽ 10 സൗജന്യമായിട്ട്, അതിൽ നല്ല ഒരു 10-15 ആളെ പോലെ അവർ കൊണ്ടുപോയി. ഈ സാമ്പത്തിക വർഷം 23 ലക്ഷം രൂപയാണ് ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ജില്ലാ പഞ്ചായത്തും ക്ഷീരമേഖലയ്ക്ക് ഗണ്യമായ സംഖ്യ മാറ്റിവെക്കുന്നുണ്ട്, ഗ്രാമപഞ്ചായത്തും മാറ്റിവെക്കുന്നു. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. പ്ലാന്റേഷൻ 10ാം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിനകത്ത് ആന കയറി. കടുത്ത ഭീതിയിലാണ് ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികൾ. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. തോട്ടം തൊഴിലാളിയായ പോളിയുടെ ക്വാർട്ടേഴ്സിനകത്താണ് ആന കയറിയത്. പിൻവാതിലിലൂടെയാണ് 2 ആനകൾ അകത്തു കയറിയത്. നാട്ടുകാരെത്തിയതോടെ മുൻവാതിൽ തകർത്ത് ആനകൾ പുറത്തേക്ക് പോവുകയായിരുന്നു. സംഭവ സമയത്ത് പോളിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. ബുധനാഴ്ച തൊട്ടടുത്തുള്ള സത്യന്റെ വീടിന്റെ ഒരു ഭാഗവും ആനക്കൂട്ടം തകർത്തിരുന്നു. പ്രദേശത്തെ ഫെൻസിംഗ് കാര്യക്ഷമം അല്ലാത്തതിനാലാണ് ആനകൾ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2 ദിവസം മുമ്പ് മലക്കപ്പാറ അരേക്കാപ്പ് ആദിവാസി നഗറിലെ വീടും കാട്ടാന തകർത്തിരുന്നു. ഊരു നിവാസി ബാലൻമണിയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ഷീറ്റുമേഞ്ഞ വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗം പൂർണ്ണമായും ആന തകർത്തിരുന്നു. സംഭവ സമയത്ത് ബാലൻമണിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത്. ഗജരാജൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു. ആരാധകർ ഏറെ ഉണ്ടായിരുന്ന ആനയ്ക്ക് 40 വയസ്സായിരുന്നു. തമിഴ്നാട്ടിൽ ജനിച്ച ആനക്കുട്ടി പിന്നീട് കേരളത്തിലെ ഉത്സവ പറമ്പുകളിലെ ആനച്ചന്തമായി മാറി. വിടർന്ന കൊമ്പഴകായിരുന്നു ശ്രീനിവാസന്റെ സവിശേഷത. 1991 തൃശൂർ പൂങ്കുന്നം ശ്രീ കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കിയിരുത്തി. ലക്ഷണ തികവുകൊണ്ടും അതിശയിപ്പിക്കുന്ന കൊമ്പ് വളർച്ച കൊണ്ടും ആരാധകരെ നേടിയെടുത്തതാണ് ചരിത്രം. 1 മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. പുതുക്കാട് ഡൊമിനിക്കൽ സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറലായി തെരഞ്ഞെടുത്ത പുതുക്കാട് സെന്റ് ലൂക്ക് യൂണിറ്റ് അംഗമായ സിസ്റ്റർ മറിയാമ പോൾ ഉല്ലൂക്കാരനെ
പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി സെഹിയോൻ മേഖലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ചടങ്ങ് മേഖലാ പ്രസിഡന്റ് ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ ജിക്കി കാർലത്തുകാരൻ അധ്യക്ഷനായിരുന്നു. കേന്ദ്രസമിതി അംഗം റോസ് പ്രവീൺ, CD ജോയ്, ഡേവിസ് മലയാറ്റി എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ സ്നേഹദീപം രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് വചനതൂലിക സമ്പൂർണ്ണ ബൈബിൾ പകർത്തെഴുത്ത് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ യൂണിറ്റ് അംഗങ്ങൾക്ക് ബൈബിൾ പകർത്തിയെഴുതാനുള്ള പേനയും പേപ്പറും ആശീർവദിച്ച് വിതരണം ചെയ്തു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, കൈക്കാരൻ വർഗീസ് തൊമ്മന, പാരിഷ് ബുള്ളറ്റിൻ ചീഫ് എഡിറ്റർ തോമസ് ചെരണക്കൽ, സിസ്റ്റർ അർപ്പിത, സിസ്റ്റർ ജ്യോതിസ് എന്നിവർ തിരികൾ തെളിയിച്ചു. അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് മുതൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നത് വരെ നീളുന്നു വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ. റിപ്പോർട്ടിലേക്ക്. ദിവസവും വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തും. ഉറങ്ങാൻ കിടക്കും മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും. രാത്രി കിടക്കും മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് ഹൃദയാഘാതവും പക്ഷാഘാതവും വരാനുള്ള സാധ്യത കുറയ്ക്കും. രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വെളുത്തുള്ളി സഹായിക്കും. അല്ലിസിൻ എന്ന സൾഫർ സംയുക്തം അടങ്ങിയതിനാൽ വെളുത്തുള്ളി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ദിവസവും പ്രഭാത ഭക്ഷണത്തിന് മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് പനി, ജലദോഷം, മറ്റു വൈറൽ രോഗങ്ങൾ ഇവ വരാതെ തടയും. വെളുത്തുള്ളിക്ക് ശരീരത്തിലെ വിഷാംശങ്ങളെ അകറ്റാനുള്ള കഴിവും ഉണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. 4 ദിവസങ്ങൾക്ക് ശേഷം ബുധനാഴ്ച സ്വർണ്ണവില ഉയർന്നതിന്റെ തുടർച്ചയായി വ്യാഴാഴ്ച വില ഉയർന്നു. പവന് 80 രൂപ വർദ്ധിച്ചു. ഒരു പവൻ സ്വർണത്തിന്റെ വില 56,880 രൂപയായി. കഴിഞ്ഞ വെള്ളിയാഴ്ച സർവകാല റെക്കോർഡിലായിരുന്നു സ്വർണ്ണവില. പിന്നീട് 400 രൂപയോളം കുറഞ്ഞെങ്കിലും ബുധനാഴ്ച വീണ്ടും സ്വർണ്ണവില കുതിക്കുകയായിരുന്നു. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 10 രൂപ ഉയർന്ന് 7,110 രൂപയായി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5,880 രൂപയാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി ശനിയാഴ്ച രാവിലെ 11-ന് സ്കൂളിൽ നേരിട്ട് അഭിമുഖത്തിന് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0482780035 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 2 വർഷത്തെ റെഗുലർ ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സ് 2024-26 ബാച്ചിൽ ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ 2ാം ഭാഷ ഹിന്ദിയിലുള്ള +2 ഹിന്ദി പ്രചാര സഭകളുടെ അംഗീകൃത ഹിന്ദി കോഴ്സുകളോ ഡിഗ്രിയോ MAയോ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 17-നും 35-നും മധ്യേ. ഒക്ടോബർ 10 വൈകിട്ട് 5-നകം അപേക്ഷിക്കണം. വിലാസം പ്രിൻസിപ്പാൾ ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം, അടൂർ, പത്തനംതിട്ട. ഫോൺ 8547126028. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ തൃശൂർ രാമോർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിലെ താമസക്കാരെ ആഴ്ചയിൽ 3 ദിവസം വീതം 5 മാസത്തേക്ക് യോഗ പരിശീലിപ്പിക്കുന്നതിന് വനിതാ യോഗ പരിശീലകയെ തെരഞ്ഞെടുക്കുന്നു. താൽപര്യമുള്ളവർ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും പകർപ്പുകളും സഹിതം ഒക്ടോബർ 10-ന് രാവിലെ 11-ന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ 0482328258. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7110, പവന് 56,880 രൂപ. കല്ലൂർ പൂണിശ്ശേരി ചിറയത്ത് വടക്കേത്തല മാത്തുണ്ണി ഭാര്യ അന്നമ്മ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂർ പൂരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമല്ലെന്നും മുഖ്യമന്ത്രി.
അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത ആമ്പല്ലൂരിൽ പുതിയ ഗതാഗത പരിഷ്കരണം നിലവിൽ വന്നു. അടിപ്പാത നിർമ്മാണത്തിനുള്ള രണ്ടാമത്തെ പില്ലറിനുള്ള കുഴിയും എടുത്തു തുടങ്ങി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പാലപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലെ ആദ്യത്തെ അതിദരിദ്ര രഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടറുടെ പേരിലും സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.